ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം തൃശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ തിരുവില്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതന ക്ഷേത്രമാണ് ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനന്തശേഷനാഗത്തിന്റെ അവതാരമായ ലക്ഷ്മണനുമാണ് മുഖ്യപ്രതിഷ്ഠകൾ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് 100 അടി ഉയരത്തിൽ തിരുവില്ലാമല ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ ദൂരത്തിൽ വടക്ക് മാറി ഒഴുകുന്നത് ക്ഷേത്രത്തിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. നിരവധി കുന്നുകളും പാടങ്ങളും തോടുകളും കാണാം. ഗ്രാമീണ ഭംഗിക്ക് ഇന്നും കാര്യമായ കോട്ടം തട്ടാതെ നിൽക്കുന്ന പ്രദേശമാണ് തിരുവില്ലാമല. ക്ഷേത്രത്തിൽ പരസ്പരം അനഭിമുഖമായാണ് 2 ശ്രീകോവിലുകൾ. ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ വിഗ്രഹങ്ങളിലാണ് ഇരുവരുടെയും തേജസ്സുകൾ ആവാഹിച്ചിരിക്കുന്നത്. പടിഞ്ഞാട്ട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായി ലക്ഷ്മണസ്വാമിയും വാണരുളുന്നു. ഹനുമാൻ സ്വാമിയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമാണ്. മഹാഗണപതി, ധർമ്മശാസ്താവ്, മഹാദേവൻ, പാർവതീദേവി, നാഗദൈവങ്ങൾ, ഗുരുവായൂരപ്പൻ എന്നിവർ ഉപദേവതകൾ. രാമലക്ഷ്മണന്മാർ തുല്യ പ്രാധാന്യത്തിലായതിനാൽ 2 പേർക്കും പ്രത്യേക തന്ത്രിമാരും ശാന്തിക്കാരുമുണ്ട്. കുംഭമാസത്തിൽ കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. 4 ദിവസം ഇതേ തുടർന്ന് ചുറ്റുവിളക്കും കലാപരിപാടികളുമുണ്ട്. കന്നിമാസത്തിലെ 30 ആദ്യ വ്യാഴാഴ്ച വരുന്ന നിർമാലയും അതിവിശേഷം. രാമനവമി, ഹനുമാൻ ജയന്തി, ശിവരാത്രി, മണ്ഡലകാലം എന്നിവയാണ് പ്രധാനം. ക്ഷേത്രത്തിന്റെ അടിവശം വലിയൊരു ഗുഹയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവിടെ സ്വർണ്ണവില്ലുമരം, അതായത് കൂവളമരം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വില്യമല എന്ന പേര് സ്ഥലത്തിന് വരികയും പിന്നീട് വില്യമലയിൽ ദേവസാന്നിധ്യമുണ്ടെന്നറിവിൽ തിരുകൂട്ടിച്ചേർത്ത് തിരുവില്ലാമലയായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠയെ വില്ലാദിനാഥനെന്നും അറിയപ്പെട്ടു. വിണ്ടമലയാണ് വില്യമലയായതെന്നും പറയാറുണ്ട്. 21 വട്ടം ക്ഷത്രിയകുലത്തെ മുടിച്ച മഹാപാപത്തിൽ നിന്നും മുക്തി നേടുവാൻ പരശുരാമൻ കടലിൽ മഴുവെറിഞ്ഞ് കര വീണ്ടെടുത്ത് അത് ബ്രാഹ്മണർക്ക് കൊടുത്തു. അവർക്ക് ആരാധനയ്ക്കായി 108 ശിവക്ഷേത്രങ്ങളും 108 ദുർഗാക്ഷേത്രങ്ങളും 5 ശാസ്താക്ഷേത്രങ്ങളും ഏതാനും വിഷ്ണു ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം തപസ്സിൽ മുഴുകി. ഒരിക്കൽ ഏതാനും പൃഥുക്കൾ അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പരശുരാമനാൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുന്നുവെന്നും അവർക്ക് മോക്ഷം നൽകണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് പരശുരാമൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. അപ്പോൾ അവിടെ ഒരു അശരീരി ഉണ്ടായി. ഉടൻ വില്വാദ്രിയിലെത്തുവാനാണ് അശരീരി ആഹ്വാനം ചെയ്തത്. അവിടെ അദ്ദേഹത്തെ വരവേറ്റത് ശിവഭൂതഗണങ്ങളായിരുന്നു. തുടർന്ന് മഹാദേവനെ കണ്ട് മഹാദേവനോട് പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തു. കൈലാസത്തിൽ താൻ പൂജിച്ചിരുന്ന പരമപവിത്രമായ വിഷ്ണു വിഗ്രഹം പരശുരാമന് മഹാദേവൻ സമ്മാനിച്ചു. പരശുരാമൻ പ്രേതാത്മാക്കൾക്ക് ദർശനം കിട്ടാൻ പാകത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ച് അവരെ വിളിച്ച് ഭഗവത് ദർശനം നടത്തി. ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ തെക്ക് കിഴക്ക് മാറി ഭൂതത്താൻ മലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായ ഗുഹയാണ് പുനർജനി ഗുഹ. 150 മീറ്റർ നീളമുള്ള ഗുഹ താണ്ടുവാൻ നല്ല പ്രയാസമാണ്. വൃശ്ചിക മാസത്തിലെ ഏകാദശിക്ക് മാത്രമേ ഇതിൽ പ്രവേശനമുള്ളൂ. കേവലം വിഷ്ണു ദർശനം കൊണ്ട് മാത്രം പാപമുക്തി നേടാത്ത ആത്മാക്കളുടെ മുക്തിക്ക് എന്ത് ചെയ്യണമെന്ന് ബൃഹസ്പതിയോട് പരശുരാമൻ ചോദിച്ചതനുസരിച്ച് ജന്മമൊടുങ്ങിയാലേ കർമ്മമൊടുങ്ങൂ എന്ന് ബൃഹസ്പതി പറഞ്ഞു. തുടർന്ന് പരശുരാമൻ വിശ്വകർമാവിനാൽ പുനർജനി ഗുഹ നിർമ്മിച്ച് അതിലൂടെ പാപമുക്തിയുടെ വഴി തെളിച്ചു. ഓം നമഃ ശിവായ.